Aliens. ചേച്ചി അത് അലക്കി കഴിഞ്ഞിട്ട് ഇതും കൂടെ അലക്കി ഞാൻ വല്ലതും പറയും കേട്ടോ. ചേച്ചി 3 ചുരിദാറേ ഉള്ളൂ. 3 ചുരിദാർ കഴുകണ്ട. ഇതേ വെയിലത്തോട്ട് ഇട്. കഴുകിയതാന്നോർത്തങ്ങ് എടുത്താ മതി. അയ്യേ കോമഡി കോമഡി. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ എല്ലാം കിടന്ന് നോക്കുമായിരുന്നു. അമ്മായി അവിടെ റൊണാൾഡോ ചേച്ചിയോട് ഭയങ്കര വർത്താനമില്ലായിരുന്നു, അതുകൊണ്ട് വിളിക്കാൻ. അവന്റെ കൊടങ്ങാവള വിശേഷവും പള്ളിപ്പെരുന്നാളും ഒക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. നീ കഴിവിയില്ലേ ഇതുവരെ? അതിന് ഇവിടെ ഒരു അലക്കുകല്ലല്ലേ ഉള്ളു. ചേച്ചി അലക്കി കഴിഞ്ഞിട്ട് ഞാൻ അലക്കാന്ന് വിചാരിച്ചു, പക്ഷെ ചേച്ചി പറയൂ എന്റെയും കൂടെ അലക്കി തരാന്ന്. ഓ, എനിക്ക് എന്ത് കലിയാന്നറിയാം ഈ അലക്കണത്. കൊട്ടി കൊട്ടി മനുഷ്യന്റെ ഉപ്പാട് വരും. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാൻ പറ പെണ്ണുങ്ങളെ. ആ ബെസ്റ്റ്. അവരോട് പറ. എല്ലാ കടന്നിങ്ങനെ അലക്ക്. എന്റെ അമ്മായി കൊറേ നാൾക്ക് മുന്നേ ഞങ്ങൾ ഇതുപോലെ രണ്ടുപേരും അലക്കിനെ ചൊല്ലി വഴക്കായി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് വാങ്ങിച്ച അന്ന് തൊട്ടേ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പോഴും ഇതേ കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അത് മിക്കവാറും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരെണ്ണം കൂടെ മേടിച്ചു തരാൻ പറ. എന്തായാലും ഒരെണ്ണം ഉള്ളത് കേടായി പോയില്ലേ? പറഞ്ഞ അങ്ങോട്ട് ഉടനെ മേടിച്ചു തരും. ഇപ്പൊ തന്നെ അത് പറയേണ്ട രീതിയിൽ പറയണം. നിങ്ങളുടെ അമ്മാവൻ എനിക്ക് എങ്ങനെ വാഷിംഗ് മെഷീൻ മേടിച്ചതെന്ന് അറിയാവോ? ഒരു ദിവസം അങ്ങേര് വന്നപ്പം എനിക്ക് നടുവേദനയും ഷോൾഡർ വേദനയും എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരേ ഒരു കരച്ചിലായിരുന്നു. അങ്ങേർക്ക് മനസ്സിലായി എനിക്ക് വയ്യാന്ന്. പിറ്റേന്ന് എന്റെ വീട്ടിൽ വന്ന ഒരു വാഷിംഗ് മെഷീൻ. അത് അമ്മാവൻ. അതെ, അത് ആരായാലും പറയേണ്ട രീതിയിലും തഞ്ചത്തിലും പറഞ്ഞ വാഷിംഗ് മെഷീൻ കിട്ടും. അത് ശരിയാട്ടാ മോളെ, നമ്മൾ അങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? ഞാനും കൂടെ പറയാം. എന്ത് പറയും? അതിന് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാന്നേ. പ്ലാനിനാണോ നമുക്ക് ബുദ്ധിമുട്ട്? ഒന്ന് ശ്രമിക്കാം. ശ്രമിച്ചു നോക്കാം. അവ വരാറായില്ല ഇതുവരെ. അപ്പൊ വരേണ്ടതാണ്. ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി എവിടെ വരെ എത്തിയെന്ന്. നീ വിളിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഒരുക്കം കാണുമ്പോൾ നടക്കാൻ പോവാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ പോലെ എനിക്ക് തോന്നുന്നത്. അച്ചാച്ചന്റെ വായ നടച്ചു വെക്കാവോ? എന്ത് ഫിലിപ്പിനെ ഈ പരുവം തൊട്ട് കാണുന്നില്ലേ? അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇവരെക്കാളും നിനക്കറിയാമല്ലോ. ഈ കയ്യിൽ ഇച്ചിരി എണ്ണയും കുഴമ്പും തുരട്ടി കാണിച്ച് എന്തെങ്കിലും അടവ് കാണിച്ച് അതിനകത്ത് അങ്ങേര് വീഴും തോന്നുന്നു. അല്ലല്ലോ, ചേച്ചിയുടെ കൈ പൊള്ളിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീഴും. ചേച്ചിയോട് സ്നേഹമുണ്ട്. വീഴ്ത്തിയാ മതി. ആ വീടല്ലാതെ വിളിച്ചു നോക്കടി. ഇച്ചിരി കൂടെ തേക്കായിരുന്നു. മതി മതി. ഇരിക്കണം. ഇല്ല, കുഴപ്പമില്ല. എത്ര നേരം ഓഫീസിലൊക്കെ ഇരുന്നതൊക്കെ. അയ്യോ നീച്ചോ, കയ്യിലെന്ത് പറ്റി? കൈ കണ്ട ചേച്ചിയുടെ ഇതാ അലക്കലില് കാരസോപ്പിട്ട് കഴുകുന്നുണ്ട്. പെണ്ടെ കയ്യെല്ലാം പൊള്ളി നീരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടല്ലേ? നീ ആദ്യമായിട്ടാണോ തുണി കഴുകണത്? എപ്പോഴും ഉണ്ട് ഇതൊക്കെ. പിന്നെ നമ്മളിത് ആരെ അറിയിക്കാതെ കൊണ്ടു നടക്കണമെന്നുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇതല്ലേ വിധി. അതെ, നമ്മളെ കയ്യും കാലും ഒക്കെ പൊള്ളിയാൽ ഇവരറിയോ ചേച്ചി? എടാ, നിനക്ക് അവർക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തൂടെ? ഇപ്പൊ നിന്നെ കാശൊക്കെ ഉണ്ടല്ലോ. അമ്മായി, ഇവിടെ പെണ്ണുങ്ങളുടെ ആപ്പാടെ ശരീരം അനങ്ങുന്നത് ഈ തുണി കഴുകുമ്പോഴാണ്. അതെങ്കിലും അവരൊന്ന് ചെയ്തോട്ടെ. അടുക്കളയിൽ മറ്റേ അരയ്ക്കാൻ മിക്സി, പിന്നെ അടുപ്പ് കത്തിക്കാൻ മറ്റേ ഗ്യാസ് കിടന്ന് ഊതണ്ട, പിന്നെ ഗ്രൈൻഡർ, പിന്നെ മറ്റേ പ്രഷർ കുക്കർ, വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ തുണിയെങ്കിലും ഒന്ന് അലക്കട്ടെ, ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ അവരുടെ. അതൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വെറുതെ ഇരിക്കുവാണ്. പൈസ ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്റെ ക്ലീറ്റോ ചേട്ടാ വലിയ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് പൊക്കുമ്പോഴില്ലേ നടുവ് പൊട്ടിപ്പോവും, അറിയാമോ? പൊന്നുമോളെ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു 50 കിലോടെ ചാക്കെടുത്ത് ഇങ്ങനെ വെക്കണ ഒരു എഫക്റ്റ് ആണല്ലോ. പിന്നെ ഒന്ന് വെള്ളത്തിൽ നനഞ്ഞൊന്ന് പൊക്കി നോക്ക്. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ദിവസം ഇവിടെ കഴിവല്ലേ? ബെഡ്ഷീറ്റ് ഒക്കെ ഒരു കുറെ ആഴ്ചയിൽ ഒരു ദിവസം കഴുകണോ? ആഴ്ചയിൽ ഒരു ദിവസം കഴുകണോ? ഒരാഴ്ചത്തെ ഗ്യാപ്പില്ലേ? ഞാൻ കണ്ട അമ്മായി പറഞ്ഞ പോലെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുവാണെങ്കിൽ കല്ലിട്ട് അലക്കാനുള്ളതൊക്കെ ഞങ്ങൾ കല്ലിട്ട് അലക്കും. ബാക്കി ഇതുപോലുള്ള ബെഡ്ഷീറ്റ് എന്താണെന്നറിയാമോ, ഇങ്ങനെ അടുക്കളയിൽ നിൽക്കാൻ പോലും വയ്യ, നടുവേദന. എനിക്കുണ്ട് ചേച്ചി. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. കാര്യം ചെയ്യും, രണ്ടുപേരും വി ഹെൽപ്പിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് 2 ജോലിക്കാരി ഞാൻ തരാം. അതേ നടക്കൂ. വാഷിംഗ് മെഷീൻ മേടിച്ചാൽ അവിടെ ഒന്നും മേടിച്ചിട്ട് എന്തായി? കൂടി വന്ന് 1 മാസം ഇരുന്ന് ഓടി കടയിൽ കെട്ടിട്ട് ഇപ്പൊ 1 വർഷം. അവള് എന്നെ കാണുമ്പോൾ ഇത് പുല്ലെടുത്തോണ്ട് പോകും. അല്ല എന്തേ തരാത്ത നിന്റെ ആരുടെ തലയുടെ നന്നാക്കാൻ കൊടുത്തത്? എന്റെ മച്ചമ്പ അതിന്റെ ഡ്രമ്മും അതിനകത്ത് മോട്ടറും എല്ലാം അടിച്ചു പോയി. അത് ശരിയാക്കുന്ന പൈസ കൊണ്ട് പുതിയ ഒരെണ്ണം മേടിക്കാം. അതാ പറഞ്ഞ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. അമ്മായി പറഞ്ഞത് നിങ്ങൾ നശിപ്പിക്കും. അതാ പുതിയത് മേടിക്കണത് ഞാൻ പറഞ്ഞ ഞങ്ങൾ തീരുമാനിക്കുന്നത് റൊണാൾഡേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഇതിപ്പം ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉടനെ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച്
സാമ്പത്തികമായി എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ക്ലീറ്റോ ചേട്ടാ ഏത് വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത? ഇന്നത്തെ കാലത്ത് എല്ലായിടും ഉണ്ട്. ഇല്ലാത്ത വീടുകൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇപ്പോഴും പെണ്ണുങ്ങൾ അലക്കി അന്തസ്സായിട്ട് കഴിയണ വീടുകളൊക്കെ ഉണ്ട്. ഇനി അഥവാ കാര്യത്തിന് അലർജിയാണ് ഒരു 50 പൈസ കവർ കയറ്റിട്ട് സോപ്പ് പിടിച്ചാൽ പോരെ? ഇവിടെ സോപ്പ് കവർ ഇട്ടിട്ട് എങ്ങനെ തുണി കഴുകുന്നേ? എത്ര പേര് ഒന്ന് കഴുകി കാണിക്കാം. കാണിച്ചാ അല്ല അതെ, നോക്കാം, നമുക്ക് ആലോചിക്കാം. ക്ലീറ്റോ ചേട്ടാ ഒറ്റയ്ക്ക് വാങ്ങിക്കണ്ടല്ല, ഇതിപ്പോ അവിടുത്തെ കംപ്ലൈന്റ് അല്ലേ, അത് ഞാൻ നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പൈസ വരും. അപ്പൊ നമുക്ക് അവിടത്തേക്കും ഇവിടത്തേക്കും കൂടെ ഒരെണ്ണം വാങ്ങിക്കാം. ക്ലീറ്റോ ചേട്ടൻ പകുതി പൈസയുടെ ഞാൻ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എങ്ങനെയുണ്ട്? നിന്റെ കെട്ടിയൻ പോലീസ് ഏമാന്റെ കൂടെ ഞാനും കൂടെ ചേർന്നിട്ട് മേടിക്കാം അല്ലേ? ഇനി അതിന്റെ പേരിൽ അവന്റെ എന്തൊക്കെ ഷോ ഞാൻ കാണേണ്ടി വരുമെന്നോ? ഒരു ഷോയും ഉണ്ടാകത്തില്ല. ഞാൻ ഏറ്റു. ഏറ്റല്ല, നീ ഏറ്റെങ്കിൽ ഞാൻ ഓക്കെ. രണ്ട് വിളി വിളിക്കാറുണ്ട്. വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവർ ഇട്ടു. ഞങ്ങൾക്ക് ഒരു ചായ എടുത്തേ. ആ കൈ പറ്റുമോ? ആ നോക്കട്ടെ ക്ലീറ്റോ. ഞാൻ എടുക്കാൻ ചേച്ചി വേണമെങ്കിൽ. വേണ്ടടി, ഞാൻ തന്നെ ചെയ്തോളാം. ഇക്കണക്കിന് സ്വർണ്ണമാരില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഭർത്താക്കന്മാരെ കഴുത്തുകൂടി ചുടിച്ചോളല്ലോ. ഏട്ടാ സമ്മതിക്കേ, ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞു പോയി ഏട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാന്ന്. സംഭവം ശരി തന്നെ. നമുക്ക് ഈ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കാൻ പറ്റും നമുക്ക്. മേടിച്ചാ മതി. പിന്നെ ഈ ഓഫറുകൾ വരും, ഓണം, ദീപാവലി അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ വരുന്ന ഓഫർ ആകുമ്പോൾ നല്ല വില കുറച്ച് കിട്ടുകയും ചെയ്യും. അതിന് ഓഫറും കാത്തിരിക്കണ? അങ്ങനെയല്ല, ഇല്ല വലിയ വലിയ സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ ഉടുപ്പോ മുണ്ടോ ഒക്കെ മേടിക്കുന്ന പെട്ടെന്ന് പോയി മേടിക്കാൻ നമുക്ക് അത്യാവശ്യത്തിന്. വീട്ടുപകരണങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന എപ്പോഴാണ്? ഇതിപ്പോൾ TV വാങ്ങണമെങ്കിൽ, ഫ്രിഡ്ജ് വാങ്ങണമെങ്കിൽ, വാഷിംഗ് മെഷീൻ വാങ്ങണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പൈസ കൂടുതലാണ്. അപ്പോൾ പൈസ കൂടുതൽ അങ്ങനെ ഓഫർ നോക്കി ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ചേച്ചിയുടെ കൈയാണ് പ്രശ്നമായത്. ഇനി എന്റെ കൈ പ്രശ്നമാകും. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ ഓഫറിന്റെ പൈസ അങ്ങനെ അങ്ങ് ഹോസ്പിറ്റലിൽ തീരും. അതിലും നല്ലത് ഇപ്പൊ ഒരെണ്ണം വാങ്ങിക്കണല്ലേ. ഇതിപ്പോ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ ഒറ്റയ്ക്ക് മുടക്കണ്ടല്ലോ. ക്ലീറ്റോ ചേട്ടൻ പകുതി പൈസ എടുക്കും, ഏട്ടനും പകുതി പൈസ എടുക്കും. അങ്ങനെയല്ലേ? നമ്മുടെ പഴയത് എന്തായാലും നന്നാക്കി കിട്ടത്തില്ല. അതിന് ഒരുപാട് പൈസയാവും നന്നാക്കാൻ. ഞാൻ വിചാരിച്ചത് ഓഫർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ മറ്റേ ശരിയാക്കാൻ പറ്റും. ശരിയാക്കാൻ പറ്റത്തില്ല. ഭയങ്കര പാടാണ്. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. തീരുമാനിച്ചല്ലേ? നിങ്ങൾ എന്നോട് തീരുമാനിച്ചില്ലേ? തീരുമാനിക്കേണ്ടി വന്നു ഞങ്ങളുടെ അവസ്ഥ കാരണം. പക്ഷെ ഞാൻ ഇന്നത് വരെ ഒരു സ്ഥലത്തും ഈ തുണി കൈ പൊള്ളിപ്പോയ സ്ത്രീകളെ കുറിച്ച് ചേച്ചിയുടെ കൈയൊന്ന് പോയി കാണാട്ടൻ. പാവം ഊതിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ അതാ പറഞ്ഞത്, വേറെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത. എന്തായാലും ശരി, നോക്കാം നമുക്ക്. നിങ്ങൾ തീരുമാനിച്ചല്ലേ? നോക്കാല്ലേ? നോക്കാം. നോക്കാടെ. എന്തായാലും ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായം നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് മതി. എന്തായാലും വാങ്ങുക. ഒരു നല്ല സാധനം വാങ്ങിക്കണം. ഇത് എപ്പോഴും വാങ്ങാൻ പറ്റിയ സാധനമൊന്നും അല്ലല്ലോ. നല്ലത് തന്നെ വാങ്ങണത് സെമി ഓട്ടോമാറ്റിക്. വേണ്ട, അല്ല ക്ലീറ്റോ ചേട്ടാ, സെമി വേണ്ട, മറ്റേ ഫുള്ള് മതി. ഞാൻ ഒരു കാര്യം പറയാം, എങ്ങാനും അത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ പിന്നെ മൊത്തത്തിലായത്. മറ്റേ സെമി ആകുമ്പോൾ എങ്കിലും ഒരെണ്ണം ഇപ്പോൾ കഴിവണതെങ്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യും, ഉണക്കണത് വർക്ക് ചെയ്യില്ലായിരിക്കും. ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഫുള്ളോടെ അതങ്ങ് പോകും. അല്ലെന്ന് പിന്നെ സെമി ആകുമ്പോൾ നമ്മൾ തുണി എടുത്ത് പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഊരണം, അത് പാടാണ്. എല്ലാം എന്തായാലും മേടിക്കുവാണ്, എല്ലാം ചെയ്യണ ഒരെണ്ണത്തിനെ മേടിക്കാം. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ അത് കഴുകിത്തരല്ലേ, ആ സൗകര്യം ചെയ്തു തരല്ലേ. പിന്നെ ഇത്തിരി എടുത്ത് ഇപ്പുറത്തിടാനും വയ്യെന്ന് പറഞ്ഞാൽ വേണ്ട, ഫുള്ള് മതി. പിന്നെ നിങ്ങളെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അമ്മായി എവിടെ എന്താ മേടിച്ചത്? ഞാൻ ഫുള്ളാ വാങ്ങിച്ചത്. കണ്ടാ? സെമി വാങ്ങിച്ചാൽ അങ്ങോട്ട് ഇടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടണം, ഭയങ്കര പാടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫുള്ളെടുക്കുവാണേലും പൈൻ്റ് എടുക്കുവാണേലും സാധനം കൊടങ്ങാളെ ഫിലിപ്പോസ് അച്ചാൻ്റെ മോൻ സന്തോഷ് ജോർജ് ഇപ്പോൾ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാവും. ഞാൻ വിളിച്ച് സംസാരിച്ച് ഓഫർ, ഗിഫ്റ്റ് വൗച്ചർ, എല്ലാ സംഭവം സംസാരിച്ചാൽ മതി. അല്ല ചേച്ചാ, പിന്നെ ഏട്ടനും ഇപ്പൊ പോലീസ് ക്യാൻറ്റീന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞത്. മച്ചമ്പി ക്യാൻറ്റീനിലാണ് വന്ന സ്റ്റോക്ക് വിറ്റടിക്കാതെ ഒരു പുതിയ എടുക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ആഴ്ച പുതിയത് വന്നോണ്ടിരിക്കും. ആ ഓഫറൊക്കെ എന്നറിയാമോ? ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് വെച്ചാൽ രണ്ടിന്റെയും കൂടെ വില എടുത്തിട്ട് അവർ കൊടുക്കുള്ളൂ. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാറ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഓഫർ വരെ സമയത്ത് 50%, 20% എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചില കളികളൊക്കെ ഉണ്ട്. ആ കളികൾ നമ്മളോടില്ല. സന്തോഷത്തിന്റെ ലില്ലിപ്പെണ്ണ അറിയാം, ഇവർ ഒരുമിച്ച് പഠിച്ച കോളേജില്. സന്തോഷം എവിടെ ഉള്ളവരാണ്? കൊടങ്ങാടുള്ള എല്ലാവർക്കും സന്തോഷിനെ അറിയാം.
ഇതുപോലെ തന്നെ. എടാ ഞാൻ രാജ്യമായിട്ട് ഈ കൊടുങ്ങാവളയിൽ നിന്ന് വണ്ടിയിലൂടെ കൊണ്ടുവരാൻ പൈസ കൊടുക്കണ്ടേ? അതല്ലേ ഫ്രീ ഡെലിവറി ഉണ്ട്, ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, അല്ലാതെ കുറെ സമ്മാനങ്ങൾ തരാന്ന് പറഞ്ഞു. അത് പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരെ പോകണ്ടേ? ഞാനിവിടെ ഇല്ല, അത് കംപ്ലൈന്റ് വരത്തില്ല, അതിനെ കുറിച്ച് എന്തിനാ അല്ല ചിന്തിക്കുന്നത്? ഈ സമ്മാനം തരുന്നതേ നമുക്ക് ഇഷ്ടമുള്ളത് തരുമോ? അതൊരു പ്രൈസ് റേഞ്ച് ഉണ്ട്, ചിലപ്പോൾ 2000 രൂപ, ചിലപ്പോൾ 3000 രൂപ. അപ്പൊ അതിനുള്ള തിരഞ്ഞെടുക്കാത്ത പൊട്ടി എടുക്കാം, പക്ഷെ കൊച്ചു മിക്സി എടുക്കാം, ജ്യൂസർ എടുക്കാം, നമുക്ക് മേടിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റേ സാധനം മതി, മറ്റേ വറുക്കണ സാധനം, മറ്റേത് എയർ അത് നോക്കിയെടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം അത് നമുക്ക് സംസാരിക്കാം. എടേ സമ്മാനമായിട്ട് തരുന്നത് എന്തെങ്കിലും കയറി തരുന്നത്, അത് എനിക്ക് 2 വേണം. അങ്ങനെ ഇപ്പൊ അലക്കണതാണോ വിഷ്ണു വറക്കണതാണോ നിങ്ങളുടെ പ്രശ്നം? അലക്കണം. അല്ലേ? നീ ഫ്രീ ഒന്നും വേണ്ട, നമുക്ക് ഏറ്റവും വില കുറച്ച് എത്രയ്ക്കാന്ന് തരാന്ന് പറഞ്ഞ അത് പറ. അത് വിളിച്ച് സംസാരിക്കാം. എന്താ പറഞ്ഞ? അല്ല, അവൻ പറഞ്ഞത് കളയെ മാക്സിമം ഓഫർ പ്രൈസിൽ ഫ്രീ ഡെലിവറി ഇവിടെ കൊണ്ടുവന്ന് തരാം. പിന്നെ ഗിഫ്റ്റ് ചെറുതാണ് നമ്മുടെ കുടുംബക്കാരിൽ നമുക്ക് മാക്സിമം കുറച്ച് തരാം, എന്തൊക്കെ ഓഫർ അഡീഷണൽ ഓഫറും തരാം, ഗിഫ്റ്റും തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എടുക്കാം. ഞാൻ ഓക്കെയാണ്. ആണല്ലോ. അപ്പൊ വില വെച്ചിട്ട് ആ പകുതി പൈസ പോയി. പകുതി പൈസ ക്ലീറ്റ് ഇടൂടെ, ബാക്കി പകുതി ഇട്. അത് ഇവിടെ ഞാൻ എടുത്ത് വെക്കണോ? അങ്ങനെയല്ലേ എപ്പോഴും സംഭവിക്കാറുള്ളത്. എങ്ങനെ? അത് നിങ്ങളുടെ അടുത്ത് പോയി പൈസ. ശരി, അപ്പം അത്രയാണ് നിനക്ക് എന്നിലുള്ള വിശ്വാസം. ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഞാൻ വാങ്ങിച്ചോളാം, എനിക്ക് ആരെയും സഹായം വേണ്ട. നിന്റെ കൂടെ ചേർന്ന് ഞാൻ ഈ കുന്തം വാങ്ങണില്ല. ഞാൻ നീ പറഞ്ഞത് എന്താണ് തെറ്റ്? നീ തെറ്റോ ശരിയൊന്നും പറയണ്ട, നീ ആ രീതിയിൽ 10 സംസാരിക്കുന്നത്. രൂപയാണ് ഒരു സാധനത്തിനെങ്കിൽ 5 രൂപ നീ ഇടാന്ന് പറഞ്ഞ 5 രൂപ ഞാൻ ഇടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിന്റെ 5 രൂപ തരാനല്ലേ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, നിനക്കത് വെക്കാമല്ലോ. ആദ്യം ഞാൻ നീ എന്താ ആദ്യം വെക്കാൻ വെക്കാത്തെ? തയ്യാറാണ്. എവിടെ വെക്കാത്തെ? ഞാൻ വെക്കാം. എപ്പോഴും എടേ, അങ്ങനെയാണ്. ആ രീതിയിലുള്ള സംസാരം ഒന്നും എപ്പോഴും ശരിയല്ല. അങ്ങനെയാണ്. അല്ലല്ലല്ല, ഇത് അവൻ എന്നെ ചൂഷണം ചെയ്യണം. ഞാൻ എന്തോ പിടികിട്ടാ നിന്നെ നീ വർഷങ്ങളായിട്ട് എന്നെ ചൂഷണം ചെയ്യണം. ഇല്ല, ഇനി ഇത് ചേട്ടൻ കൊടുക്കാൻ താമസിക്കുമല്ലോ, അതുകൊണ്ടാണ് ഏട്ടൻ അയ്യോ, പിന്നെ ഞാൻ താമസിക്കോ? താമസിച്ച് ഇതുപോലെ തർക്കാൻ പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. വേണ്ട, ഞാനിതിപ്പോ വേണ്ടെന്ന് വെച്ച്. ഇല്ല, ഇനി ഇങ്ങനെ ഒരു പരിപാടി വേണ്ട. വേണ്ട. എന്റെ വീട്ടിൽ അലക്കുന്ന പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. അത് എന്താ ചെയ്യണം? എനിക്ക് എന്റെ ഭാര്യയുടെ കയ്യല്ലേ പൊള്ളിയിരിക്കുന്നത്, അത് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അത്ര സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട. നീ എല്ലാ പ്രാവശ്യം ഇത്ര ഉടായിപ്പ് കാണിക്കണം. എനിക്ക് വേണ്ടേന്ന് എന്തോന്ന് വാഷിംഗ് മെഷീൻ. അമ്മായി, ഇതവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവർക്കറിയാം, അവർക്ക് അവന് നന്നായിട്ട് അറിയാം. അതായത് ഒരു കാര്യം തുടങ്ങുമ്പോൾ എപ്പോഴും അവൻ ആദ്യം എടുത്തിയാടും, എന്നിട്ട് പൈസ തരാന്ന് പറയും, പൈസ തരില്ല. എല്ലാ കാര്യങ്ങൾക്കും അവസാനം ഞാൻ തന്നെ മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ചോദിച്ചാൽ അറിയാൻ പറ്റുന്നത്. പച്ചമ്പി ഇത് സമ്മതിച്ചതല്ലേ അവൻ ഏതാടി സമ്മതിക്കാത്തത്? അവൻ എല്ലാത്തിനും സമ്മതിക്കും. എന്നെ പിടിച്ച് കിടത്തി ഇറക്കും, പിന്നെ ഞാൻ കൈ കാലടിക്കേണ്ടി വരും. മറ്റേ ഇപ്രാവശ്യം അങ്ങനെ വരത്തില്ലായിരുന്നു, മേടിക്കാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മറ്റമ്പോടെ സഹകരിച്ചായിരുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് സാധനം ഇവിടെ എത്തിയത്. കണ്ട നിനക്ക് എത്ര കമ്മീഷൻ കിട്ടും? കമ്മീഷ നിനക്ക് എത്ര കമ്മീഷൻ കിട്ടും? അച്ചപ്പം മച്ചമ്പിക്ക് എന്നെ വിശ്വാസമില്ല. എനിക്കെന്റെ ക്ലീറ്റ മച്ചമ്മയുടെ വഴി തന്നെ നല്ലത്. എന്റെ ലില്ലിപ്പെണ്ണെ, ഒരു കാര്യം പറയാം, ഇവിടെ കിടന്ന് മക്കളുടെ കയ്യിൽ നിന്ന് മൊത്തവും കാരപ്പൊടി വീണ് വെണ്ണീറാവത്തുള്ളൂ. ഒരിക്കലും മേടിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ മേടിക്കും. എന്റെ ക്ലീറ്റ മച്ചമ്മയ്ക്ക് കൊടയാവളെ പോയി ഞാൻ മേടിച്ചോണ്ട് വരുത്തും. കണ്ട ഏട്ടൻ എല്ലാരെയും വെറുപ്പിച്ച്. ഇനി ചേച്ചി വാഷിംഗ് മെഷീനിൽ അലക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ വെറുപ്പിച്ചാണ്, ഞാൻ കാര്യം പറഞ്ഞല്ലേ. ചാടി തുള്ളിക്ക് പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞ എല്ലാരും ഇങ്ങനെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കൂല. അമ്മായി, ഇത് തന്നെ നിന്റെ അമ്മാവന്റെ സ്വഭാവം. ഒരു കാര്യം പറഞ്ഞതുപോലെ നടക്കത്തില്ല, എല്ലാത്തിനും അടങ്കോലിട്ടോണം. നീ ഇങ്ങനെ വിഷമിക്കാതെ, അവ എന്തായാലും വാങ്ങിച്ചു തരാന്ന് സമ്മതിച്ചില്ലയോ? കൂട്ടത്തിൽ വാങ്ങിക്കാൻ വയ്യെങ്കിൽ ഒറ്റയ്ക്കൊരെണ്ണം വാങ്ങിച്ചു തരാൻ പറയടി. ഇല്ലയൊന്നും വാങ്ങിച്ചൊന്നും തരത്തില്ല. അവന് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവന് ഇച്ചിരി ഓവർ അഭിപ്രായം പറച്ചിൽ കൂടുതലാ. എന്തോരം ആശിച്ചതാണ് അമ്മായി അല്ലേ? ഇതൊരു ആശിച്ചാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാന്നറിയാം ഏട്ടനൊന്ന് സമ്മതിച്ചത്. അതാ പറഞ്ഞത്, നമ്മള് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ ക്ലീറ്റോ സമ്മതിച്ചു. അതാണ് ക്ലീറ്റോ ചേട്ടൻ ഒന്നും കൂടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് എന്താടി ക്ലീറ്റോ ഉണ്ട് ഇവിടെ. അതന്നേരം തന്നെ പോയി ഡ്രസ് മാറി വാങ്ങിക്കാനാ ആയിരിക്കും. അതെ, ക്ലീറ്റോനെ ഭയങ്കര വാശി കയറിപ്പോയി. അവനങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കാര്യം എന്റെ ആങ്ങളൊക്കെയാണ്, പക്ഷെ അവൻ ആ പറഞ്ഞത് ശരിയായില്ല. അപ്പൊ തന്നെ ദേഷ്യം വന്നു, അഭിമാനത്തിന് ചോദ്യം ചെയ്യണ പോലെ ആയിപ്പോയി. എന്റെ ഭാര്യയുടെ കയ്യല്ലേ പൊള്ളിയത്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു പോയി. വാഷിംഗ് മെഷീൻ മേടിക്കാൻ തന്നെ ആയിരിക്കും. കുറച്ച് പൈസ കയ്യിൽ ഇരിപ്പുണ്ട്, ബാക്കിയും കൂടി എവിടെന്നെങ്കിലും റെഡിയാക്കും.
നീ എന്തിനാ വിഷമിച്ചത്? അങ്ങനെയാണെങ്കിൽ നീയും കൂടെ പോകേണ്ടതായിരുന്നു, നോക്കി എടുക്കെങ്കിലും ചെയ്യായിരുന്നു. ആ പിന്നെ ഇപ്പൊ ഇത്ര അരിശം കറിക്കുന്ന ആളോട് ഞാൻ പറയാ ഞാനും കൂടി വരാന്ന്. ഫുള്ള് എടുക്കാൻ പറഞ്ഞില്ലേ ചേച്ചി? ഫുൾ അതിനിപ്പോ എടുക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ എന്നോട്, പക്ഷെ എടുക്കാൻ പോയതാവുള്ളൂ. നീ എന്തെങ്കിലും നിക്കണേന്ന്? അവക്ക് വിഷമം, എന്തിനാ? അവക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എന്തോരം ആശിച്ച ചേച്ചി ഏട്ടനെ കൊണ്ട് ഞാൻ അത് പറഞ്ഞ് സമ്മതിപ്പിച്ചതെന്നറിയാവോ? എന്നിട്ട് ഒറ്റയടിക്ക് അത് ഇല്ലാതായി പോയില്ലേ? സാരമില്ല, ഇപ്പൊ നിനക്ക് സമയം പോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകും നിന്റെ തുണിയോ. ആ ഇനി അത് കൊണ്ടിട്ട് ഞാൻ കഴുകിയിട്ട് വേണം അത് കണ്ടിട്ട് അടുത്ത ഇടി വരാനായിട്ട്. അതിന് അവനെ കാണിക്കണം, അവൻ പോകുമ്പോ എടുത്തോണ്ടിട്ട് കഴിയാ പോരെ. ഒന്നും കായോ സാരമൊന്നുമില്ല. വേണ്ട, ഞാൻ കല്ലിട്ട് ഇറക്കിക്കോളാം. എന്നാ പിന്നെ അതാ നല്ലത്. ഈ രണ്ട് വീട്ടിലെയും കൂടി പുതിയ മെഷീനിലിട്ട് അലക്കുമ്പോഴത്തേക്ക് മെഷീൻ കേടാവാൻ അത് മതി. പിന്നെ കറണ്ട് ബില്ല് എവിടെ പോയി നിൽക്കും? എന്റെ പൊന്നമ്മായി, എനിക്ക് വേണ്ട ആരുടെയും വാഷിംഗ് മെഷീനിൽ, ഞാൻ കല്ലിട്ട് അലക്കിക്കോളാം. എന്റെ പൊന്നെ ചേച്ചി എവിടെയെങ്കിലും കൊണ്ടുവെക്കി. അതിൽ കുറച്ച് തുണി ഇട്ടെന്ന് വിചാരിച്ചാൽ അത് കേടാവത്തൊന്നുമില്ല, എത്ര വേണമെങ്കിലും അലക്കാം. അല്ല എന്താ അവളിപ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാൻ ഞാനൊരു ചേച്ചി ഇപ്പൊ കറണ്ട് ബില്ല് ഇവിടെ ചേച്ചി എത്ര പ്രാവശ്യം ഇവിടുത്തെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അലക്കിയിട്ടുണ്ടെന്ന് അറിയോ? അത് കേടായില്ലേ? അതുപോലെ ഇത് കേടാവണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഒരു വാഷിംഗ് മെഷീന്റെ പേരും പറഞ്ഞ് രണ്ടെണ്ണം അവിടെ കിടന്നടി, ഇനി ഇവിടെയും കിടന്ന് അടി ഉണ്ടാക്കുവാന്നോ? ഞാൻ അടി ഉണ്ടാക്കാനൊന്നും വന്നല്ല. ഞാൻ അവളെ എന്റെ വാഷിംഗ് മെഷീനിലിട്ട് അവളുടെ തുണി തിരുമ്മിക്കോളാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അവളാ പറഞ്ഞത് കല്ലിലിട്ട് അലക്കിക്കോളാം എന്ന്. ഒരു കണക്കിന് അതാ നല്ലേന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ തെറ്റ്? എന്തായാലും കല്ലിട്ട് അലക്കിയ കല്ല് ചീത്താവത്തില്ലല്ലോ. ഞാൻ കല്ലിട്ട് അലക്കിക്കോളാം. കേട്ടോണ്ടിരിപ്പണേ, ഞാൻ വർക്ക്ഷോപ്പിൽ അമ്പോറ്റിട്ടൊരു സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ എത്തിയപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞടാ വേഗം പോകരുത്, ഞാൻ സാധനം കൊണ്ട് ഒരു പിടിച്ചിറക്കം ആള് വേണമെന്ന്. ഇന്നെന്തായാലും വാശി കയറുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇന്ന് മേടിക്കുന്നത് ഞാൻ മനസ്സാവാതെ വിചാരിച്ചില്ല. വാശി കയറിയ ക്ലീറ്റ അല്ലെങ്കിലും അങ്ങനെയാ, ഒരടി നീങ്ങൂല. ചേച്ചിയെ ശരിക്കും ഭാഗ്യവതിയെ. സത്യം, നിന്നെ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാൻ നോക്കൂ? വേണ്ട ചേച്ചി, എന്നെ പറ്റി ആരും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ അമ്മായിക്ക് മനസ്സിലായ ഞങ്ങള് കൊടങ്ങാള കുടുംബത്തിന്റെ ഒരു വീറും വാശി. ഒരു കാര്യം നിരീച്ച അങ്ങോട്ടും മാറത്തില്ല ഇങ്ങോട്ടും മാറത്തില്ല. പിന്നെ ഞാൻ എന്നെ ഒഴുകി വന്നാണ് കൊടുങ്കാവലല്ലേ. കളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ നമ്മുടെ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കണമല്ലോ, ഈ വെല്ലുവിളിക്കുന്നവർ മനസ്സിലാക്കണമല്ലോ തരത്തിനോടാണോ എന്നുള്ളത്. നീ ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് ക്ലീറ്റ വരുമ്പോ സോറി എനിക്ക് അറിയാതെ അങ്ങനെ പറഞ്ഞതാന്ന്. ആരും പറയാനാ? ഞാൻ കല്ലേട്ട് അലക്കി മരിച്ചാലും പറയത്തില്ല ഏട്ടാ. കൊടങ്ങാവളല്ല പോയേക്കുന്നത്. വണ്ടി വരുന്നത്. വന്നു ഇവിടുന്ന് കണ്ട കാര്യം കൊടങ്ങാവളെ പോയിട്ടില്ല. കാര്യം അവൻ എന്നെ വിളിച്ചാല്. എന്റെ ദൈവമേ, എന്റെ വാഷിംഗ് മെഷീൻ. ഞാൻ പോണം ഭയ, എനിക്ക് വന്ന് കാണോണ്ട് എന്താ കുഴപ്പം? മറ്റമ്മ നല്ല പണി കാണിച്ച. ഇത് മേടിക്കാൻ പോകുന്ന ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. മേടിക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെ എല്ലായിടത്തും കൊട്ടിഘോഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവിടെ അപ്പുറം പൊങ്ങച്ചം കാണിക്കുന്നത്. ആ ഡിക്കി ഒന്ന് തുറക്കാം. ഇല്ല, ഇവിടെ അകത്താണ്. വിടുന്നുണ്ട്. ഞാനും കൂടി പിടിക്കാം. വേണ്ട വേണ്ട വേണ്ട, അവന് പിടിക്കാനുള്ളതേ ഉള്ളൂ. ചെറുതാണ്, വെയിറ്റ്ലെസ്സാ, ഫൈബർ ബോഡി. താഴെ ഇടരുതേ. ഈ അടുത്ത സമയത്ത് ഇതിന്റെ പരസ്യം കണ്ടേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണേലും എടുത്തോണ്ട് പോയി വെച്ച് വാഷിക്കാം. ഇതെന്താ മിനി വാഷിംഗ് മെഷീൻ ആണോ വാങ്ങിച്ചത്? എന്താ മായി? മിനി വാഷിംഗ് മെഷീൻ ഇത്ര ചെറുത്? ചെറുതാണത്. ചെറുതാണോ? അത് സാരമില്ല, ചെറുതാണെങ്കിൽ 2-3 ഒക്കെ ഇട്ട് കഴുകാലോ. തുറന്നു കാണിച്ച നമ്പർ അമ്മ. ലില്ലിമോളെ, ഇടയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോ കേട്ടോ, നിനക്കും അലക്കാം ഇതുകൊണ്ട്. എനിക്ക് വേണ്ട ക്ലീറ്റ് വെച്ചോട്ടോ. ഹേയ്, നമ്മളങ്ങനെ നമുക്ക് വേർതിരിവൊന്നുമില്ല, നമുക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ്. ക്ലീറ്റ പറഞ്ഞല്ലോ, എന്നാലും എന്നോട് പറഞ്ഞില്ലെന്ന് ദുഷ്ടം. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഈ താഴോട്ട് എടുക്കട്ടോ. അല്ല, അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞല്ലോ. നല്ലായിരുന്നല്ലേ? മെല്ലെ മെല്ലെ. ഇച്ചിരി വലുതായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലേ? ഗ്യാരണ്ടി കാർഡ് ഇല്ലാത്തണ്ടോ? നോക്കിയായിരുന്നോ ഗ്യാരണ്ടി കാർഡ്? അതൊക്കെ ഉണ്ടാവായിരിക്കും. ആ, നോക്ക്. ഇതാണ് കൊഴുത്തുറ കുടുംബശ്രീയുടെ ഹെർബൽ വാഷിംഗ് പൗഡർ. ഇത് അവരുടെ ഹെർബൽ സോപ്പ്. എന്തിനാ വാഷിംഗ് മെഷീൻ? ഇതാണ് വാഷിംഗ് മെഷീനിൽ ഇടാൻ? അല്ല, ഇത് തന്നെയാണ് ഞാൻ അലക്കാൻ ഉദ്ദേശിച്ച സാധനം.
ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അലക്കാം. നിങ്ങളെ കൈ പൊള്ളൂല, കൈ ചൊറിയൂല, കൈ മുറിയൂല. ഗ്യാരണ്ടിയാണ്. 1 വർഷമായിട്ട് ശർമ്മള ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് 20 കിലോ ഇപ്പം നിലവിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, അലക്കാം, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം കേട്ടാ. ഇതിനകത്ത് ഇനി ഇതിട്ടങ്ങ് അലക്കിയാ പോരെ. ഇനി കൈ പൊള്ളുന്നുള്ള പ്രശ്നമല്ല തങ്കം. വാഷിംഗ് മെഷീൻ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഒരുപാട് പന്ന പരിപാടി പോയി. സിനിമ കാണാൻ എന്നെ വിളിച്ച് ഈ കാർപ്പൊടി ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാർപ്പൊടി ചേച്ചി ഇത് മേടിച്ചോണ്ട് ഫൈബർ വന്നു. ബോഡി അല്ല, പ്ലാസ്റ്റിക്കാ. ഡേ വിരോധം ഇല്ലെങ്കിലേ എൻ്റെ ആ യൂണിഫോം അതിനകത്തിരുന്ന് കലക്കി തരണേ. എടുത്തോ, 20 കിലോ ഉണ്ടല്ലോ, 10 കിലോ